ഹായ് അസ്സലാമു എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ കൊണ്ടുള്ളൊരു റെസിപ്പിയാണ്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടായതിന് ശേഷം ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ 2 സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ വാടുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതാണ് നല്ലതുപോലെ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് അത് ഇത്രയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നമുക്ക് മിക്സ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നല്ലതുപോലെ നല്ല വാടി വന്നിട്ടുണ്ട്. ആ കുരുമുളകിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മൈദയാണ് ഞാൻ ചേർക്കുന്നത്. പ്രത്യേകം പറയുകയാണ്, ഇതെല്ലാം ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം. എന്നിട്ട് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. നോമ്പ് തുറക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പെർഫെക്റ്റ് സ്നാക്കാണ്. അതുമാത്രമല്ല ഈവനിങ് സ്നാക്കുമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഞാനിപ്പോൾ 1 ടീസ്പൂൺ മൈദയ്ക്ക് ഒരു 1.5 കപ്പ് പാലാണ് എടുത്തേക്കുന്നത്. അത് നല്ലതുപോലെ എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ തീ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ അത് നല്ല ക്രീമി പരുവായിട്ട് വരും. ഇതിനു മുമ്പും ഞാൻ ഇഫ്താർ റെസിപ്പീസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. ഇനി ഇതാണ് നല്ല ക്രീമി പരുവായിട്ട് വരുന്നുണ്ട്. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഒന്ന് ചെറുതായിട്ട് തീ ഉറച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക, കാരണം ചവിട്ടി പിടിക്കരുത്. പിന്നെ ഇതിലേക്ക് ഞാൻ ബോൺലെസ് ചിക്കനാണ്, അത് ഒരു ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതുപോലെ പുഴുങ്ങിയിട്ട് ചെറുതായിട്ട് കൈവച്ച് പിച്ചി എടുത്തതാണ്. ഇനി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അതും നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കാം നമുക്ക്. ഇത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് വെച്ചാൽ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഫ്രീസറിലൊക്കെ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് നമുക്ക് പെട്ടെന്ന് നമുക്ക് നോമ്പ് തുറത്ത സമയത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അന്നേരം കൂടുതൽ സമയം നമുക്ക് അടുക്കളയിൽ സ്പെൻഡ് ചെയ്യേണ്ട സമയം വരുന്നില്ല. ദാണ്ട് നല്ലതുപോലെ അത് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ ആ പാനിൽ നിന്ന് വിട്ട് വരും. ഇതല്ല, കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരണം. എന്നാലേ കറക്റ്റ് നമുക്ക് ആ കയ്യിൽ ഒന്ന് ഉണ്ട പിടിക്കാനുള്ള ടൈപ്പിൽ നമുക്ക് ചെയ്ത് കിട്ടത്തുള്ളൂ. കറക്റ്റ് ആ പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് നേരം ചൂടാറാൻ വെക്കാം. ചൂടാറിയതിന് ശേഷം നമ്മൾ കയ്യിൽ ഒരിത്തിരി എണ്ണയോ വെള്ളമോ ഒന്ന് തുടച്ചിട്ട് കുറച്ചായിട്ട് നമ്മൾ ഉന്നക്കായൊക്കെ നമ്മൾ ഉരുട്ടത്തില്ലേ, അത് കണക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ട് ഞാനിപ്പോൾ ഇവിടെ മൈദാമാവ് തന്നെയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഒരു പാത്രത്തിൽ മൈദാമാവ് കുറച്ചൊന്ന് വെള്ളമൊഴിച്ച് കലക്കി വെച്ചതും പിന്നെ ബ്രെഡ് ക്രംസുമാണ് എടുത്തേക്കുന്നത്. ഇനി ആ മൈദാമാവിൽ നമ്മൾ മുക്കിയിട്ട് പിന്നെ ബാക്കി മൈദാമാവ് കലക്കി വെച്ചതിനകത്ത് ഒന്ന് മുക്കിയിട്ട് പിന്നെ ബ്രെഡിൻ്റെ പൊടിയിലൊന്ന് റോൾ ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മുടെ റെസിപ്പി റെഡിയായിട്ട് ണ്ട്. ഇനി ഇത് നമുക്ക് ഒരു കണ്ടെയ്നറിലോട്ട് എടുത്ത് വെക്കാം. ഞാനിപ്പം ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കണ്ടെയ്നറിലാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇനി ഇത് നമുക്ക് വീണ്ടും ഒന്ന് ഉണ്ട പുരട്ടി അടുത്തതും കൂടെ റോൾ ചെയ്ത് അതേപോലെ മൈദാമാവിൽ മുക്കിയിട്ട് പിന്നെ ലിക്വിഡ് ടൈപ്പ് മൈദാമാവിലൊന്ന് മുക്കി പിന്നെ ബ്രെഡ് പൊടിയിലൊന്ന് റോൾ ചെയ്തെടുത്ത് നമുക്ക് വീണ്ടും ആ കണ്ടെയ്നറിലോട്ട് വെക്കാം. അതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത്, ഞാനിപ്പം ഇന്നത്തേക്ക് മാത്രം പൊരിക്കാനുള്ളത് മാത്രമാണ് എടുത്തേക്കുന്നത്. ഒരു ഞങ്ങൾക്ക് 4 പേർക്ക് കാരണം സമൂസ കൂടുണ്ട്. അന്നേരം അതിനനുസരിച്ച് ബാക്കി ഇന്നത്തേക്ക് ഇത് മാത്രം എടുത്തിട്ടുണ്ട്. ബാലൻസ് ഞാൻ ഫ്രിഡ്ജിൽ കണ്ടെയ്നറിൽ അടച്ചു വെച്ചിട്ടുണ്ട്. ഈ സമൂസയുടെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കും ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. ചിക്കൻ സമൂസയാണത്. ഇനിയാണ് ഞാനിത് ഒരു പാനിലെ എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ബാക്കി ഞാൻ ഇന്നത്തേക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രമാണ് എടുത്തേക്കുന്നത്. ബാക്കി ഫ്രിഡ്ജിൽ തന്നെ വെച്ചു. അത് ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് മാത്രം വന്നാൽ മതി. കാരണം അതിനു മുമ്പുള്ള അകത്തെ ഫില്ലിങ്സ് എല്ലാം നല്ലതുപോലെ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ട് അധികം കുക്കാവേണ്ട ആവശ്യമില്ല. ലൈറ്റ് ഒരു ഗോൾഡൻ കളർ ആകുമ്പം തന്നെ നമുക്കൊന്ന് തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് കുക്ക് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിടണം. നല്ല ടേസ്റ്റുള്ളതാണ്. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോസ് ഷെയർ ചെയ്യാനും മറക്കരുത്.